റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC ഗ്രൂപ്പിന് വിറ്റതായി അറിയിച്ച് സെബിക്ക് അദാനി അയച്ച കത്ത് റിപ്പോർട്ടുണ്ട്. ജൂൺ 29 ഓഹരികൾ കൈമാറുന്നതിനുള്ള കരാർ ഒപ്പുവെച്ചു എന്നാണ് കത്തിൽ പറയുന്നത്. വിഴിഞ്ഞം തുറമുഖ കരാറിന്റെ ഗുരുതരമായ ലംഘനമാണ് അദാനിയുടെ നടപടി. വ്യവസ്ഥകൾ ലംഘിച്ചാൽ വിഴിഞ്ഞം തുറമുഖ കരാർ തന്നെ വേണമെങ്കിൽ കേരള സർക്കാരിന് റദ്ദാക്കും. അദാനി MSC ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് ജൂൺ 30 സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കും നൽകിയ കത്തിന്റെ പകർപ്പാണിത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി MSC കമ്പനിക്ക് കൈമാറാനുള്ള കരാറിൽ ജൂൺ 29 ഒപ്പുവെച്ചതായി ഈ കത്തിൽ പറയുന്നു. യഥാർത്ഥത്തിൽ ഓഹരി കൈമാറ്റത്തിൽ സെബിയുടെ അനുമതി അദാനി ഗ്രൂപ്പിന് ആവശ്യമില്ല. ഇടപാടിനെക്കുറിച്ച് സെബിയെ അറിയിച്ചാൽ മാത്രം മതി. അതുപ്രകാരമാണ് അദാനി ഗ്രൂപ്പ് ജൂൺ 30 കത്ത് നൽകിയത്. ഓഹരി കൈമാറ്റം പൂർത്തിയാവുക ഔദ്യോഗിക അനുമതികൾക്ക് ശേഷമായിരിക്കുമെന്ന ഒരു വരി കൂടി കത്തിലുണ്ട്. കേരള സർക്കാരും അദാനിയും തമ്മിലുള്ള വിഴിഞ്ഞം തുറമുഖ കരാർ പ്രകാരം 25% കൂടുതലുള്ള ഓഹരി കൈമാറ്റത്തിന് മുൻകൂർ അനുമതി വാങ്ങണം. ഇവിടെ 49% ഓഹരി കൈമാറിയിട്ടും ആ വ്യവസ്ഥ അദാനി പാലിച്ചില്ല. ഇടപാട് വിവാദമായതോടെയാണ് ജൂലൈ ഓഹരി കൈമാറ്റത്തിന് തേടി അദാനി ഗ്രൂപ്പ് കേരള സർക്കാരിന് കത്ത് നൽകിയത്. വിഴിഞ്ഞം തുറമുഖ കരാറിലെ വ്യവസ്ഥകളുടെ ലംഘനമാണ് അദാനി നടത്തിയതെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അനുമതിയില്ലാതെ ഉടമസ്ഥാവകാശം കൈമാറിയിട്ടുണ്ടെങ്കിൽ നിയമപരമായി നോട്ടീസ് നൽകി കരാർ തന്നെ റദ്ദാക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട്. വിഴിഞ്ഞം തുറമുഖ കരാറിന്റെ 37, 38.1, 5.3 എന്നീ വ്യവസ്ഥകളിൽ അക്കാര്യം കൃത്യമായി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരള സർക്കാരിനെ ഇരുട്ടത്ത് നിർത്തിയുള്ള നീക്കമാണ് MSC കമ്പനിയുമായി അദാനിയുടെ ഡീൽ എന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.